നമ്മുടെ ഇതാ ഭാര്യയും മക്കളെല്ലാം കൂടി നിന്ന പരിപാടി നോക്കല്ല. ഹലോ, ഇതാരാന്ന് മുടിയെല്ലാം പറിച്ചിട്ടിട്ട് ചുരുളിയാ, ചുരുളി മുടി. അയ്യോടാ, ഇതെന്ത് സ്റ്റൈലാന്ന് വെച്ചു? എന്ത് സ്റ്റൈൽ ഇത് പറ? ആ, പുതിയ ഫാഷനാ? അടുത്ത എൻ്റെ ജാനുമുള്ള ഫാഷൻ കണ്ട്. ജാനു, ഇതെന്ത് ഫാഷനാ മോളെ? തമ്മക്കറിയല്ലേ? അല്ല മമ്മി, ഇതെന്നാണ് വെയിലത്ത് കുത്തിരുന്നിന്? അതുകൊണ്ടാ? ഓ, അതിനോട്ടുള്ള കുറവാ? അച്ഛന് വൈറ്റമിൻ ഡി ഇല്ല? അച്ചു ഉണ്ടാ? കൊടുത്ത് വൈറ്റമിൻ ഡി മുഖത്താ ഉള്ള? പൊന്നാ, എന്താ പരിപാടി? എന്താ പരിപാടി പറ. ഉണ്ടാക്കുന്ന സാധനം എന്താണ് ഉണ്ടാക്കണ്ടേന്ന്? ഇപ്പൊ കൂളർ ഉണ്ടാക്കി, ഇനി വേറെ ഉണ്ടാക്കുന്ന ഫാനാ? നല്ല അടിപൊളി കൂളറല്ലേ അതുകൊണ്ടാക്കിയ? കാർബൂണിനെ കൊണ്ട് വെയിലടിക്കുന്ന മമ്മി. അച്ചു, മുടി ഇങ്ങനെ കെട്ടിയിട്ടില്ലെങ്കിട്ടല്ല കണ്ണ് കോങ്കണ്ണായി പോകും പോലും. ആ, അറിയാ? എന്നിട്ടാ മുടി കെട്ടാണ്ട് എടുക്കുന്നത്? ഓ, കണ്ണിന്റെ സ്ഥലത്തായാല? ഓ, ഇത് കണ്ണിന്റെ സ്ഥലത്താവുന്നില്ല. ജാനു എടുക്കാണ്ട് ഇല്ലല്ലേ? അല്ല, പിന്നെ പപ്പേന്റെ ക്യൂട്ട് ബേബിയാന്ന് കേട്ടെ. ക്യൂട്ട്, സോ ക്യൂട്ടാ. അച്ചോട്ടെ, ഇതൊന്ന് തിന്നു. രാവിലെ കൊടുത്ത പാലാ? രാവിലെ കൊടുത്ത പാല് അപ്പൊ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കും, എന്നിട്ട് വൈകുന്നേരം എടുത്ത് തിന്നും. കട്ടപ്പാക്കറ്റ്. അതുകൊണ്ട് ഇപ്പൊ പാക്കറ്റ് പാലൊന്നും വെച്ചേക്കുന്നില്ല. അതാ ഞാൻ 3 നാളെല്ലാം വാങ്ങിയില്ല തീർത്താ. അന്ന് കാച്ചിയ പാല് ഇവക്ക് പറ്റൂല? കാച്ചിയ പാലൊന്നും പറ്റും, പക്ഷെ എനിക്ക് തണുപ്പില്ലല്ലോ കാച്ചിയ പാലിന്. അതെ, കാച്ചിയ പാലെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തിന്നാ പോരെ. ഈ പാക്കറ്റ് പാൽ അങ്ങനെ തന്നെ തിന്നണ? കാച്ചിയ രസം ഉണ്ടാവില്ല അല്ലേ? ഇതേ മോളെ, ചൂടാക്കിയ രസം ഉണ്ടാവില്ല? പച്ചപ്പാൽ കുടിക്കണ രസം? ഇതെന്ത് ജമ്മാന്ന് ശ്രുതി. എന്താ ഇവള് വേറെ ഏതോ ഗണത്തിൽ പെടുന്ന ചേട്ടാ. എല്ലാരും പാല് കാച്ചിട്ട് കുടിക്കുമ്പോ ടേസ്റ്റ്, ഇവക്ക് പച്ചപ്പാൽ കുടിക്കല ടേസ്റ്റ്. അടുത്ത ആളുണ്ട്. പിന്നെ അതെയാ? എന്തായാലും ഇതെല്ലാം അമ്മേന്റെ മക്കളാട്ടാ. നീ ഏതാ കുടിക്കല്? ശ്രുതി കാച്ചിട്ടേ കുടി, പക്ഷെ മധുരൊന്നുമില്ലാണ്ടല്ലോ കുടിക്കുക. മധുരമില്ലാണ്ട് കട്ടപ്പാലുണ്ടാവും, രാത്രി വലിച്ച് കുടിക്കുന്നുണ്ടാവും. ആ സമയത്ത് വിളിച്ചാലൊരു മിണ്ടൂല, മറ്റേ പാമ്പേരെടുക്കുമ്പോഴത്തെ ഒരു എരിയെടുപ്പാന്ന്. അതുപോലെ പാല് കുടിക്കുമ്പോ എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതാണ് ശ്രുതിന്റെ രീതി കേട്ടാ. പതിരില്ലാത്ത പാല് ഇങ്ങനെ കുടിക്കുന്നത് കുറച്ച് പഞ്ചസാര ഇട്ട് എന്ത് ടേസ്റ്റ് ഉണ്ടാവും? പഞ്ചസാര ഇട്ട് പാൽ കുടിക്കുന്നത്. അതേപോലെ തന്നെ എന്റെ മക്കളും അമ്മേന്റെ മക്കളല്ലേ. പൊന്നനോ? പൊന്ന പഞ്ചസാര ഇട്ട പാലടിക്കാൻ ഇഷ്ടം? അറിയാ? ഇടക്ക് നിങ്ങളുടെ ടീമിൽ ചേരുവാ? അത് ശരി. ആ, അടിച്ചു മാറ്റും. വേണോ? അല്ല അച്ചുട്ടാ, നമുക്കിനി ട്രെയിനിൽ പോണ്ടേ? ട്രെയിനിൽ പോണ്ടേ? പപ്പയൊന്ന് പോയ പോലെ? സാധാ ട്രെയിനിലല്ല, വന്ദേ മാതരത്തില്. മാമനോട് ബുക്ക് ചെയ്യാൻ വേണ്ടി പറയാട്ടാ വന്ദേ മാതരത്തില്. പപ്പ വരുന്ന ട്രെയിൻ ഉണ്ടരാ, അന്ന് പോയിട്ട് വന്ന ട്രെയിൻ ഉണ്ടരാ. ഇഷ്ടായിട്ടില്ല? നമ്മളെ കൂട്ടാണ്ട് പോയോണ്ട് അത് പപ്പ കെട്ടിന്റെ പണി കിട്ടിയതല്ലേ? പപ്പ തിരിച്ചു വരുമ്പോ പോയിട്ട് വരുമ്പോ കഷ്ടപ്പെട്ട് വന്നു. നമ്മളെ കൂട്ടാണ്ട് പോയോണ്ടല്ലേ അല്ലേ? അതെ അച്ചു. ശരി, അടുത്ത പ്രാവശ്യം എങ്ങനെ പ്ലാൻ എങ്ങനെയാ? ട്രെയിന് നേരെ ദുബായിലേക്കാ? ഒന്ന് പൊടിയാടുന്നത്. കൊച്ചി പോയിട്ട് വരാം അല്ലേ? ആലപ്പുഴ? ആടെ കുറെ പുഴയുണ്ടല്ലോ, പുഴയെല്ലാം പോയിട്ട് വരാം.
അയ്യോടാ ഒന്ന് ഊട്ടി പോ. ഊട്ടിക്ക് ഒറ്റപ്പെടുത്തൊക്കെ പോവാ. ആർക്കറിയാം, അന്വേഷിച്ചോക്കണോ. അച്ചുട്ടാ അതല്ല പോട്ട് മോളെ പല്ല് പൊരിക്കാൻ പോണ്ടേ മിസ് എടുക്ക. ആ പല്ല് പൊരിച്ചാ അളകിയ പല്ല് എന്തിനു വെച്ചിന്? മിസ്സിന് പൊരിക്കാൻ വേണ്ടി അട്ടന്നെ വെച്ചിട്ടുണ്ട്. അതാ ആടുന്ന അടുത്ത കണ്ട ആടുന്നിട്ട് അത് ശരി. ആഹാ അത് നല്ല സൂത്രം തന്നെ. എന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്ന വെച്ചു ഉണ്ടായിരുന്നേട്ടാ മിസ് എന്ത് മിസ്സിനെ കൊണ്ട് കാലിന് അസുഖമുള്ള മിസ്സിനെ കൊണ്ട് വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണം അച്ചു. ഒന്നുമില്ല നിന്റെ പല്ല് പൊരിക്കല മിസ്സിന്റെ പണി. അവിടെ അസുഖമായിട്ട് ടെൻഷൻ പിടിച്ചിരിക്കുന്ന മിസ് അല്ല. ഇത് നീ പപ്പ പൊരിച്ചാൽ നമ്മളെ പപ്പ മിസ്സിനെ കാട്ടി നല്ല വൃത്തിക്ക് പൊരിക്കും. പക്ഷെ മിസ് അന്ന് പോയാട് പൊരിച്ചല്ലേ നമ്മളത് മിസ്സിന്റെ വീട്ടിൽ പോയിട്ട് പൊരിച്ചല്ലേ. പക്ഷെ സ്കൂളിൽ നിന്ന് മിസ് ഇങ്ങനത്തെ വിളികള് പൊരിക്കല് സിമ്പിൾ ആയിട്ട് പൊരിക്കും. വേറെ കുട്ടികളെ പല്ല് പൊരിക്കലുണ്ടാ? എന്താ നിന്റെ പല്ല് പൊരിക്കുമ്പോ? ഓ ഭയങ്കര സന്തോഷം. മിസ്സിന് വീഡിയോ എല്ലാം അയച്ചു കൊടുത്തു ആടുന്ന്. വീഡിയോ തിന്നുമ്പോ വായിലായിക്കൊണ്ട് നോക്കണേന്ന്. ഇത് പണി കിട്ടുവാ. പല്ല് വയറ്റിലായാലുണ്ടല്ല പിന്നെ ആടുന്ന് മുളച്ചിട്ട് പല്ല് മൂക്കിലേക്ക് വരൂ. ആ മോളെ അതിപ്പോ മമ്മി പൊരിച്ചു തരും. അച്ചു മമ്മി ഇപ്പൊ പൊരിക്കും. പിന്നെ മിസ് എന്നെ പൊരിക്കണാ? എന്റെ മിസ് ഇങ്ങനത്തെ ഒരു മിസ് ഇങ്ങ പാടി പെണ്ണ. എടാ നമുക്ക് പിന്നെ ഒരു സംഭവം മിസ് ഉണ്ട് കേട്ടാ. ജാമ്പുന്റെ അച്ഛന്റെ പ്രിയപ്പെട്ട മിസ്സിന്റെ പേരെന്ന് ഒന്ന് പറഞ്ഞിട്ട് ആർക്കും അറിയാം. എടിയ സ്ഥലം എടിയാ നിഷ മിസ്സിന്റെ? എടിയാന്ന് മുല്ലക്കോടിയല്ലേ? മുല്ല സ്ഥലം അറിയാം പക്ഷെ സ്ഥലത്തിന്റെ പേരറിയില്ല. മമ്മി ഏച്ചിയാണ് ഇവളെ പ്രിയപ്പെട്ട ഏച്ചി കേട്ടാ. അന്ന് ദേഷ്യം വന്നപ്പോ ഇവളെന്നാ പറഞ്ഞേ? ഞാൻ പോറ്റി വളർത്തിയ എന്റെ മോളാന്ന്. അച്ഛന ഞാൻ നിന്നെ പോറ്റി വളർത്തിയല്ലടി. തെറ്റിട്ടാ വല്ല ഇവര്. ഞാൻ പറഞ്ഞ അനുസരിക്കാണ്ടിരിക്കാൻ വേണ്ടതല്ലേ. പോറ്റി വളർത്തിയ ഏച്ചി വാ പോയി പോയി. ഏച്ചി പോറ്റി വളർത്തിയ ശരിക്ക് പറ വളർത്തിയില്ല. ഏച്ചി ആ നല്ല കെയർ ചെയ്യലല്ലേ. സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ഇവിടുന്ന് മാറ്റാനും പഠിക്കാനും സ്കൂളിൽ ബസ് കയറ്റാനും ബസ്സിൽ സീറ്റ് പിടിക്കാനും അല്ലേ. ഇത്ര നല്ല കെയർ ചെയ്യുന്ന ഏച്ചിയോട് എന്തിനാ ധിക്കാരം പറഞ്ഞേ മോള്? എന്നിട്ടല്ലേ ഏച്ചി അങ്ങനെ പറഞ്ഞേ? അനക്ക് കുറച്ച് ദേഷ്യം വന്നു പോയാ അതുകൊണ്ടാ? ദേഷ്യം വരുമ്പോ വന്ന വഴി മറക്കാൻ പാടുണ്ട് അച്ചു അല്ലേ ദേവാ? അല്ലേ പപ്പക്ക് സോറി പറയും തെറ്റേന്ന് കേട്ടാ. അച്ഛൻ സോറി പറഞ്ഞ ഏച്ചിയോട് എന്റെ അതെന്തേ വലിയ തെറ്റേറ്റ് ഏച്ചിയോട് സോറി പറയണ്ടേ പ്രിയപ്പെട്ട ഏച്ചിയോട്? തട്ടിപ്പ് തട്ടിപ്പ്. മമ്മീനെ പോലത്തെ മോളാരാന്ന് ശരിക്ക് കാണാൻ വേണ്ടിട്ട് ഇവിടുത്തെ അപ്പ് കാണട്ടെ. ആരാ മാച്ച് തൊട്ട് അപ്പൊ എന്നെയാന്ന് തോന്നില്ല. ജാമ്പുകാരെ പോലെ പപ്പേനെ പോലെയാ? ആരെ പോലില്ല അല്ലേ. നമ്മള് മൂന്നാള് മൂന്ന് ടൈപ്പ് അല്ലേ. നോക്കിയട്ടെ ദേവട്ട് നോക്കിയട്ടെ സ്മൈൽ ദേവ്. ആ അച്ചോ ഇന്ത്യക്കാരി അല്ല പിന്നെ മോളോ ദുബായ്ക്കാരിയാ. മമ്മിയോ? മമ്മി ഇന്ത്യക്കാരിയാ. മമ്മി നേപ്പാളി. പപ്പ ബംഗാളി. പപ്പന്റെ വീഡിയോ കംപ്ലീറ്റ് കമന്റ് ചെയ്യണ്ടാ. പഴയ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങള് പണ്ട് ഇന്ത്യയിലേക്ക് കയറി വന്ന ബംഗാളിയല്ലേ ഇത്? നിന്റെ പഴയ ഫോട്ടോ എടുത്തൊക്കെ ചൈനക്കാരി ശരിയായ ചൈനക്കാരി നേപ്പാളി. ഇല്ല എന്റെ കാര്യത്തില്
രസമില്ല പക്ഷെ നേരിട്ട് നല്ല രസം. ഏത് പണ്ടാ? അയ്യോ തെളിവില്ല ആരും വിശ്വസിക്കില്ല. പഴയ പൊട്ടത്തൊരു കോടില്ല. രാവിലെ കുളിച്ചിട്ടാകുമ്പോ മോയ്സ്ചറൈസർ ഇടുക, ബോഡി ലോഷൻ ഇടുക, പിന്നെ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ ഫേസ് നല്ല വാഷ് ചെയ്തിട്ടുണ്ടല്ലോ. ഇരുട്ടത്ത് മൊബൈലിൽ കാണാണ്ട് ഉറങ്ങിയിട്ട് ഉണ്ടെങ്കിലുണ്ടല്ലോ ഡാർക്ക് സർക്കിൾസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതാ മക്കളെ ഡയലോഗും കാര്യമെല്ലാം കേട്ടല്ല. ജാനുവിന്റെ സ്കിൻ കെയർ ടിപ്പ് കേട്ടല്ല. പിന്നെ ഇതാ നമ്മളെ എല്ലാരും കാണുമ്പോ ഇതാ മക്കള് പറഞ്ഞിട്ടില്ല, ഇന്ത്യക്കാരി, നേപ്പാളി, ബംഗാളി, ചൈനക്കാരി, ഇങ്ങനെയൊക്കെയാണ് മക്കളെ കാഴ്ചപ്പെടട്ടെ. എന്തായാലും മക്കളിതാ വൈകുന്നേരം വെയിൽ കായാൻ വേണ്ടി ഇരുന്നതാണ്. ഞാനിതാ വൈകുന്നേരം ഒരു കുളിയും കുളിച്ചിട്ട് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. ആ സമയത്താണ് ഇതാ നമ്മളെ മക്കളെയും ഭാര്യയുടെയും ഇന്റർവ്യൂ എടുത്തത്. ഇങ്ങനെയൊക്കെയാണ് ഇവരെ കാര്യങ്ങളല്ലേ. ശരിയെന്നാ പിന്നെ മോളെ മോളെ വെളുപ്പായിരിക്കില്ല ഉണ്ടാവില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ മമ്മി ഞാൻ നല്ല ഷോപ്പിലേക്ക് പോട്ടെ. പൊന്നാ ഒന്നിങ്ങോട്ട് നോക്കോ. ചങ്ങായി ഓരോന്ന് മൊബൈലിൽ നോക്കിട്ട് ഉണ്ടാക്കുന്ന സാധനം ഓർഡർ ചെയ്തിട്ട് അത് ഉണ്ടാക്കുക. ഇതന്നെ ചങ്ങായിന്റെ പണി. ആശാനെ മതി. പരീക്ഷയിൽ ഇപ്രാവശ്യം ഭയങ്കര സിമ്പിൾ ആണല്ലേ. ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിപ്പോ. എക്സാം എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ പഠിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് മോനെ ഉണ്ടാക്കണ്ടേ എന്നാ ഇഷ്ടം പോലെ വാങ്ങിക്കോട്ടെ, എല്ലാം വാങ്ങിക്കൊടുക്കും. അങ്ങനെ അതെല്ലാം ഇപ്പൊ പൊന്നോ വാങ്ങുന്നുണ്ടല്ലോ. എന്നാ മോനെ വന്നിട്ടെ. മോൻ വീഡിയോയിൽ നിൽക്കലില്ലല്ലോ. ഉണ്ടാക്കുന്ന എല്ലാ തിമ്പാണാ. ഇവനെ വീഡിയോയിൽ അധികം നിൽക്കലില്ലതാ. മോളെന്നാ വീഡിയോയിൽ നിൽക്കാത്തേ? പൊന്നോനെ വീഡിയോയിൽ നിൽക്കാൻ മൂടില്ല കേട്ടാ അല്ലേ പൊന്ന. അതുകൊണ്ടാ പൊന്ന വീഡിയോയിൽ നിൽക്കാത്തേ. ഏറ്റവും മൂടുള്ള ഒരാളുണ്ട്. ഇതാ ഇവാ മൂടുള്ള ഒരാൾ വാ. അച്ചുട്ടെ ഇന്നലെ കൂടി പറഞ്ഞു പപ്പ എന്റെ വീഡിയോ ആക്ക്. എന്താ കുറെ ദിവസമല്ലേ വീഡിയോ ആക്കാത്തത് അല്ലേ അച്ചു? പക്ഷെ ഫാമിലി വീഡിയോ അല്ല. ഇന്നലെ കൊറേ ദിവസമായി മറ്റേ എന്തെല്ലോ സംസാരിക്കുന്ന വീട്ടുകാർക്ക്. മോളും പപ്പയും മാത്രമുള്ളതാ? ശരി, മോളും പപ്പയും മാത്രമുള്ള. ഞാൻ മാത്രമായിട്ടില്ല ഒരു വീഡിയോ ആക്കി തരുന്നില്ലേ? മോള് മാത്രമായിട്ട് എന്ത് ഇവിടെ? മോളും പപ്പയാ ഡയലോഗ്? ഞാൻ മാത്രം ഒരു ചാനൽ. ഇവക്ക് ചാനലായി കൊടുക്കാൻ പറ്റില്ല. പപ്പേന്റെ മോളെ കേട്ടാ അന്നേ പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബ് ചാനൽ ആക്കി തരാ. കൊറേ ദിവസമായി വന്നിട്ട് എനിക്ക് ഒരു മാസമായി. മമ്മി എത്രയും പെട്ടെന്ന് എന്റെ മോക്ക് പുതിയ അച്ഛന് പുതിയ ചാനലായി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. എനിക്ക് സ്കിൻ കെയർ ചാനൽ പറഞ്ഞാ ഓക്ക് സ്കിൻ കെയർ ചാനൽ. ദേവുട്ടിന് ഓൾറെഡി ചാനൽ. മോന്റെ ചാനലിന്റെ പേരെന്നാ? ഓംസ് ഡ്രോയിങ്. ഓൻ പണ്ടേ ചിത്രം വരക്കെല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് ഓൻ പണ്ടേ ചാനലായി കേട്ടാ ഓംസ് ഡ്രോയിങ്. വെറുതെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിക്കോ. ദേവുട്ടിന്റെ ചെറിയ ചെറിയ പരിപാടികളിലുണ്ട്, ഗംഭീര പരിപാടികളുണ്ടല്ലേ. അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ചെയ്യല് കുറവാണ്, നല്ല അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട് കേട്ടാ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ മക്കളെ വിശേഷങ്ങള്. ശരി എന്നാ പിന്നെ എല്ലാവർക്കും ഓക്കെ. Bye.